രാജീവം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി അറേബ്യൻ സ്വീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വിഷുക്കാലം ഒരു അറേബ്യൻ സ്വീറ്റുമായിട്ട് ആഘോഷിക്കാം. അപ്പോൾ അറേബ്യൻ സ്വീറ്റായ ഡംപ്ലിങ്സ് അഥവാ ഗേമാത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡംപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് വാം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതാണ് സ്പൂൺ വെച്ച്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വാം വാട്ടർ തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം. ഇതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തു. കൂടാതെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല. എന്നാൽ ഒത്തിരി തിക്കാകാനും പാടില്ല. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മുടെ ഡംപ്ലിങ്സിനുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക് ഇതുപോലെ കൊണ്ട് ഒന്ന് മൂടി നമുക്ക് വെക്കാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിംഗ് ഷീറ്റ് കൊണ്ട് നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. കൂടുതലും നമുക്ക് കുറച്ച് ചൂട് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട്. തണുത്ത പ്രതലത്തിൽ കൊണ്ടുവെക്കാൻ പാടില്ല. ഇനി നമുക്ക് ഡംപ്ലിങ്സിനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഷുഗർ മൊത്തം ഇതിൽ അലിഞ്ഞ് ഇത് നല്ലൊരു സിറപ്പായി കിട്ടണം. അപ്പം ഒത്തിരി തിക്കാകാനും പാടില്ല, എന്നാൽ ഒത്തിരി ലൂസാവുകയും ചെയ്യരുത്. ആ ഒരു പാകത്തിന് നമുക്കിത് റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് അങ്ങനെ തിളച്ച് ഏകദേശം ഒന്നായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ പരുവത്തിലാണ് നമുക്ക് ഇതുണ്ടാക്കി എടുക്കേണ്ടത്. ഒരിച്ചിരി കുറുകിയിരിക്കുന്ന ഇത്, അതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടുകയും ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പൊട്ടുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇനി ഇരുന്ന് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഡംപ്ലിങ്സ്, അതായത് അറബിയിലെ ഗേമാത്ത് എന്ന് പറയുന്ന നമ്മുടെ ഡംപ്ലിങ്സ് ഉണ്ടാക്കി എടുക്കുന്നത് വരെ ഇതിരുന്ന് കട്ടിയാവാതിരിക്കാൻ നമുക്ക് ഇതിലൊരു 1/2
ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ പുളിപ്പും കിട്ടും, പിന്നെ ഇത് കട്ടിയാകാതെ ഇരിക്കുകയും ചെയ്യും. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കട്ടിയാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡംപ്ലിങ്സിനുള്ള മാവ് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി എടുക്കാം. ഇച്ചിരും കൂടെ കുറുകി നമ്മളെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ ഓരോ ചെറിയ ബോളായിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു, ഫ്ലെയിം കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്യാം. ഗൈസ്, ഇവിടെ ഇന്ന് ഭയങ്കരമായ മഴയായിരുന്നു, ഇടിമഴയായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കറണ്ട് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ലൈറ്റിങ്സ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം. ലൈറ്റ് ഇല്ല എന്നോർത്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. കാരണം ഇന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മുടെ മാവ് ഒരു ശകലം നമ്മൾ പ്രതീക്ഷയിൽ ഇച്ചിരി ഒന്ന് ലൂസായി പോയി. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് ബോളിൻ്റെ ഒരു ഷേപ്പ് അല്ല. എന്നാലും വലിയ തരക്കേടില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കാതെ ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ അത്ര കുറച്ച് വെള്ളം ഒന്ന് കുറച്ചിട്ട് നോക്കണം. അപ്പം നമ്മുടെ അറബിക് ഗേമാത്ത്, ഇതിൻ്റെ അറബിക് നെയിമാണ് ഗേമാത്ത് എന്നുള്ളത്. ഡബ്ലിങ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമ്മുടെ ഏകദേശം ഇത് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. മൂത്തിങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കളറ് മൂത്ത് പോകും, പിന്നെ ഒരു സൈഡ് വേകാതെയാവും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഉരുളിക്കകത്തോട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പാകം. ഒന്ന് മൊത്തത്തിൽ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഡംപ്ലിങ് ശരിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിത് പഞ്ചസാര പാനിയിൽ ഒന്ന് മുക്കും. എന്നിട്ട് പഞ്ചസാര പാനിയിലിട്ട് ഇളക്കി നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി പഞ്ചസാര പാനിയിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഡംപ്ലിങ് ശരിയായിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഡംപ്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് അല്പം ഏലക്ക ഇട്ടൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൽ വെളുത്ത ഒരു പൗഡറുണ്ട്, അത് ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചതാണ്.
നമ്മുടെ അറബിക് സ്വീറ്റായ ഗേമാത്ത് അഥവാ ഡബ്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് ഈ തവണത്തെ നമ്മുടെ വിഷുവിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്യുക. നമ്മുടെ ഒരു വിഷുവിൻ്റെ മധുര പലഹാരമായിട്ട് നമുക്കിത് ഈ സ്വീറ്റ് നമുക്ക് ഈ തവണ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി വിഷു.